നമ്മുടെ മുഖ്യമന്ത്രി നിരന്തരം കള്ളം പറയുന്നയാളാണെന്ന് നമ്മൾ നേരത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു വാഗ്ദാന ലംഘനമാണ് നമ്മൾ ഇനി കൊണ്ടുവരുന്ന വാർത്തയിൽ കാണാൻ സാധിക്കുന്നത്. കാലവർഷക്കെടുതി സമയത്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിക്കാനായിട്ടില്ല. വീടുകളിൽ വെള്ളം കയറിയവർക്കുള്ള ധനസഹായവും നഷ്ടവും കണക്കാക്കാനുള്ള നടപടികളും എങ്ങും എത്തിയില്ല. മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വഞ്ചിതരായിരിക്കുകയാണ് ദുരിതബാധിതർ. എൻ്റെ പേര് അനുപ. ഞാൻ കണ്ണാടിക്കൽ അറപ്പോയിൽ താമസിക്കുന്നതാണ്. എൻ്റെ വീട്ടിലെല്ലാ കൊല്ലം വെള്ളം കയറും, എല്ലാ സാധനങ്ങളും നശിക്കും. ഞാൻ ഏച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകൽ. വീടിൻ്റെ മുഴുവൻ ഓട് വരെയൊക്കെ വെള്ളം കയറുന്നതാണ്. പൈസയൊന്നും കിട്ടിയില്ല. സർക്കാരിനെ സഹായിച്ച് കുറച്ച് പൈസ ശരിയാക്കി തരികയാണെങ്കിൽ എൻ്റെ വീടൊന്ന് ശരിയാക്കിയിരുന്നു. കഴിഞ്ഞ മറ്റേ പ്രളയ സമയത്തും അത് കഴിഞ്ഞ ശേഷമുള്ള വെള്ളപ്പൊക്കം വന്ന സമയത്ത് പിന്നെ ഇവരെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇതിൽ എല്ലാവരും ഫോം വന്ന് തരലും ഇതൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഇതിൽ വെള്ളം കയറിയിട്ട് ഒരു കുട്ടികളും ഭാഗത്തേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ സർക്കാർ ഇതായ മാതിരി ഈ സർക്കാർ ഇതിൽ ഇടപെടണം, അല്ലെങ്കിൽ ബോട്ടിൻ്റെ സമയത്ത് മാത്രം വന്നാൽ പോരാ എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഉള്ളത്. ഇപ്രാവശ്യമൊന്നുമല്ല, പ്രളയ സമയത്തും ഒരു വന്നിട്ടില്ല. ഉള്ള ഡിവൈഎഫിൻ്റെ ഗുണ്ടന്മാരാണ് ഭാഗം മുഴുവൻ ക്ലീനാക്കലും എല്ലാം നടത്തിയത്. നമുക്ക് ഫോം കൊണ്ട് തരലും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനി സിവിൽ എന്ന് പറഞ്ഞത് അവിടെ ഒന്നും ശരിയായിട്ടില്ല എന്ന്. അവിടെ ഫോം പൂരിപ്പിച്ച് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുള്ളു. വേറെ ആൾക്കാർ ഞങ്ങൾ സിവിലിൽ പോയിന് വേറെ കാര്യത്തിന്. അന്നേരം പറഞ്ഞ് ആരാ പറഞ്ഞത് ഇവിടെ ഒന്നും അത് ശരിയായിട്ടില്ല, ശരിയാവുമ്പം പറയാന്ന്. സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കം ആയിട്ട് എല്ലാം നഷ്ടം വന്നു പോവുക കൊല്ലത്തിലുള്ളത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടണം. ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളുമായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ചേതനാണ് അവരോട് സംസാരിച്ചത്. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു വാഗ്ദാന ലംഘനം കൂടിയാണ് തുറന്നു കാട്ടപ്പെടുന്നത്. ഇതും വാക്ക് മാത്രമായി ഒതുങ്ങുകയാണ്. ഇവരൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ 10,000 രൂപ വീതം ഇവർക്കൊക്കെ നൽകും. വ്യാപാരികൾക്കടക്കം മറ്റ് വീട് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ഇവർക്കുമൊക്കെ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും വലിയ ദുരിതത്തിലാണ് അവർ. ഇനിയും ആ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണോ ആ പാവങ്ങൾ? തീർച്ചയായും ഈ മഴക്കെടുതി സമയത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ക്യാമ്പിൽ ചെന്ന് അവർക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു ഈ മഴക്കെടുതി ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വീടിൽ വെള്ളം കയറിയവർക്ക് എല്ലാവർക്കും 10,000 രൂപ വെച്ച് നൽകുമെന്ന്. അത് മുഖ്യമന്ത്രിയുടെ ആ ബൈറ്റ് പ്ലേ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തി. കോഴിക്കോട് കണ്ണാടിക്കൽ പ്രദേശത്ത് ചെന്ന് അവിടെ നാട്ടുകാരുമായി സംസാരിച്ചു. എല്ലാവരും, ആർക്കും ഇത്തരത്തിൽ ഒരു സഹായധനം പോലും എത്തിയിട്ടില്ല എന്ന കാര്യമാണ് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. ഇത് മുഖ്യമന്ത്രിയുടെ ആശ്വാസ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും ഒരിക്കൽ പ്രതീക്ഷിച്ച് കാണും, സമയത്ത് തന്നെ ഓണത്തിന് മുൻപായി തന്നെ ഇത്തരത്തിലൊരു ആശ്വാസ നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന്. പക്ഷേ അതുണ്ടായില്ല. കാരണം നമ്മളിപ്പോൾ ഇന്നലെ ഈ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതി നാശം അനുഭവിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കണ്ണാടിക്കൽ പ്രദേശം. അത്തരത്തിൽ ചില താഴ്ന്ന പ്രദേശമാണ്, എളുപ്പത്തിൽ വെള്ളം കയറുന്നതായിരിക്കും. മിക്ക സമയത്തും ഇതുപോലെ തന്നെ മഴക്കാലത്ത് വെള്ളം കയറാറുണ്ട്. പല വീടുകളും ഇപ്പോഴും അതിൻ്റെ വലിയ രീതിയിൽ നഷ്ടം, അവരുടെ ഗൃഹോപകരണങ്ങൾ അടക്കം നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പലരുടെയും വീട്ടിൽ വെള്ളം കയറി, അത് ഈ ചളിവെള്ളമൊക്കെ കയറി വളരെ കഷ്ടപ്പെട്ടാണ് അവിടുന്ന് ഈ ചളിയൊക്കെ അവിടെ നിന്ന് മാറ്റിയത്. അപ്പോൾ വലിയൊരു പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സംസ്ഥാനം ഒരു 10,000 രൂപ ഒന്നും ആവില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പണം ലഭിക്കുമ്പോൾ അതൊരു ആശ്വാസം കൂടിയാവുകയാണ്. പക്ഷേ അത് ഇവിടെ ഉണ്ടായില്ല. അത് മുഖ്യമന്ത്രി വാഗ്ദാനം ലംഘിച്ചിരിക്കുകയാണ്. ആർക്കും, പ്രത്യേകിച്ച് ഈ വീടുകൾ മാത്രമല്ല, അക്ഷയ് സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളടക്കം ഈ തുക ആശ്വാസധനം, സഹായധനം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈ ക്യാമ്പുകളൊക്കെ പിരിച്ചുവിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും 1 രൂപ പോലും ആർക്കും ലഭിച്ചില്ല എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി എങ്ങനെ ഇത് വീതിച്ച് നൽകണമെന്ന കാര്യം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പോലും ഒരു കാര്യമായ നിശ്ചയമില്ല എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5 വീടുകൾ പൂർണ്ണമായും 70 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ വെള്ളം കയറിയതിൽ ഒന്ന് വേങ്ങേരി വില്ലേജിലാണ്. 300-ലധികം പേർ ക്യാമ്പിൽ കഴിഞ്ഞവരുണ്ട്. 5 ഇരട്ടി പേർ വീടുകളിലും ബന്ധുവീടുകളും ഇവിടെ മാറിയിട്ടുണ്ട്.
ഈ ഭാഗത്തൊന്നും ആർക്കും ഈ ഇത്തരത്തിൽ ഒരു സഹായധനം ലഭിച്ചിട്ടില്ല എന്ന കാര്യമാണ് ഏറ്റവും ദുഃഖകരം. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, മലയാളി ഓണം ആഘോഷിക്കുമ്പോൾ, അതായത് ഇത്തവണ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയതാണ്, ഈ അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് റേഷൻ കടകൾ വഴി നൽകാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പിന്നാലെ ഇതാ ഇപ്പോൾ ഈ കാലവർഷക്കെടുതിയിൽ ദുരന്തം അനുഭവിച്ചവർക്കുള്ള സഹായധനവും സംസ്ഥാന സർക്കാരിന് നൽകാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷേ മലയാളിയുടെ ചരിത്രത്തിൽ ഏറ്റവും ദുരിതം നിറഞ്ഞ ഓണക്കാലമായിരിക്കും ഇത്തവണത്തത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അക്ഷയ്.